നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ലോക റാപ്പിഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ നിഹാൽ സെറിനും ഹാൻസ് നെയ്മാനും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ നെയ്മാൻ വൈറ്റ് സൈഡും നിഹാൽ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇറ്റാലിയൻ ഗെയിം സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് D3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഈ ഓപ്പണിങ്ങിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാത്തത്. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിനും കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യാം. എന്നാൽ നിഹാൽ ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യുന്നില്ല. ആദ്യം D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് C3 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ബ്ലാക്കിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് A5 മൂവ് ചെയ്തുകൊണ്ട് B4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്കിന് ഇപ്പോഴും വേണമെങ്കിൽ കാസ്ലിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നാൽ നിഹാൽ ഇപ്പോഴും കാസ്ലിംഗ് ചെയ്യുന്നില്ല. ആദ്യം ബിഷപ്പിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ബിഷപ്പിനെ A7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ G4 സ്ക്വയറിലേക്ക് ബ്ലാക്കിന് 2 പീസിൽ ഉപയോഗിച്ച് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം H3 മൂവ് ചെയ്തുകൊണ്ട് ആ സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. അടുത്തായി വൈറ്റ് ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്തുകൊണ്ട് G5 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ കിങ് സൈഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ച് ഓഫർ ആണ്. ബിഷപ്പിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിഷപ്പിനെ A4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D7ലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് നൈറ്റിനെ G3ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് നിഹാൽ നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിഷപ്പിനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ G6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുന്നില്ല. B5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ടോ കൊടുക്കുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോൺ വെച്ച് പോൺ കിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ബ്ലാക്കിന്റെ ക്വീൻസിലെ പോണുകൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് അത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A4 മൂവ് ചെയ്തുകൊണ്ട് B5ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ കിട്ടുകയാണെങ്കിൽ വൈറ്റിനെ ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടാം. ആ ബിഷപ്പിന് 2 പീസുകളുടെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിഹാൽ ഇപ്പോൾ പോൺ വെച്ച് പോൺ കിട്ടുന്നില്ല. പകരം C4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിന് കിട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ വൈറ്റ് ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ വൈറ്റിന് ആദ്യം ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം പോൺ വെച്ച് ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിഹാൽ ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം ക്വീനിനെ ഇവിടെ നിന്ന് മാറ്റാണ്. ക്വീനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വീണ്ടും ക്വീൻ എക്സ്ചേഞ്ചിന് തന്നെ ശ്രമിക്കുകയാണ്. ക്വീനെ D6ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ വെച്ച് ക്വീനോട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചെട്ടിക്കൊണ്ട് ബ്ലാക്കിന്റെ റൂക്കിനെതിരെയും B5ലെ പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. എന്നാൽ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നുമില്ല. പകരം റൂക്കിനെ E6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിനെ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇവിടെ പ്ലാൻ ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ക്വീനെ വെച്ച് ക്വീനെ കിട്ടുന്നില്ല. പകരം ക്വീനെ D2ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. പോൺ വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് B2ലെ പോണിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് ആ പോണിനെ തിരിച്ചൊട്ടിക്കൊണ്ട് B2ലെ പോണിന് ക്വീൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബ്ലാക്കിന്റെ ബിഷപ്പിനെതിരെ 2 പീസിൽ ഉപയോഗിച്ച് അറ്റാക്കും കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വീണ്ടും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിന് കിട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ C4ലെ പോണിനെതിരെ റൂക്ക് വെച്ച് അറ്റാക്ക് ഉണ്ട്. ക്വീനെ B5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം വൈറ്റിന്റെ റൂക്കിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ അടുത്ത റൂക്കിനെ A1ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ വൈറ്റിന് ഇവിടെ വേറൊരു പ്ലാൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ റൂക്കിനെ A1ലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം ക്വീനെ C2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയത് കാരണം D2 സ്ക്വയർ ഫ്രീ ആയിട്ടുണ്ട്. അടുത്ത മുമ്പിൽ നൈറ്റിനെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. എന്നാൽ നിഹാൽ ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം വൈറ്റിന്റെ കിങ് സൈഡിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട്
നൈറ്റിനെ F4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോയാണ് നൈറ്റിനെ D2ലേക്ക് കൊണ്ടുവന്ന് C4ലെ പോണവരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. നേരത്തെ സൂചിപ്പിച്ചാൽ തന്നെ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ബ്ലാക്കും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. പ്ലാൻ ചെയ്ത അറ്റാക്ക് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അടുത്ത നൈറ്റിനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിന് മൂവ് ചെയ്യുന്നതിനായിട്ട് G6 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ഇങ്ങനെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ചോ നൈറ്റ് വെച്ചോ C4ലെ പോണിനെ വിട്ടെടുക്കുന്നില്ല. പകരം കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ റൂക്കിനായിട്ട് G1 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ G6ലേക്ക് കൊണ്ടുവന്ന് G2ലെ പോണിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിഹാൽ ഇപ്പോൾ റൂക്ക് വെച്ച് ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നില്ല, പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ D3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെയും B2ലെയും F2ലെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഈ 3 പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് B2ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ റൂക്ക് അറ്റാക്കിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ B2ലെ പോണിന് 2 പീസുകളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും F2ലെ പോൺ അറ്റാക്കിലാണ്. ബ്ലാക്ക് നൈറ്റ് വെച്ച് F2ലെ പോൺ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് C4ലെ പോൺ ഇട്ടെടുക്കാം. ഇതോടെ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്കും വരും. അതുകൊണ്ട് തന്നെ നിഹാൽ ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ എടുക്കുന്നില്ല, പകരം റൂക്കിനെ D7ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവാണ് വരുന്നത്. വൈറ്റ് നൈറ്റിനെ E3ലേക്ക് കൊണ്ടുവന്ന് C4ലെ പോൺ വരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല, ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് F2ലെ പോൺ എടുക്കുന്നു, വൈറ്റ് നൈറ്റ് വെച്ച് C4ലെ പോൺ എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്കും അതുപോലെ A5ലെ പോണെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെയുള്ള ഒരു പ്രശ്നം, വൈറ്റിൻ്റെ ക്വീൻ ഇപ്പോൾ ഓവർലോഡഡ് ആണ്. അതായത് ഇപ്പോൾ ആ ക്വീൻ്റെ സപ്പോർട്ടിലാണ് വൈറ്റിൻ്റെ റൂക്കുള്ളത്. അതുപോലെ തന്നെ E4ലെ പോണിനും ആ ക്വീൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിഹാലിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും മികച്ചൊരു മൂവാണ് വരുന്നത്. നൈറ്റ് വെച്ച് E4ലെ പോണിനെ എടുക്കുന്നു. ഇപ്പോൾ വൈറ്റ് ക്വീൻ വെച്ച് ആ നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് റൂക്ക് നഷ്ടപ്പെടും. എന്നാൽ വൈറ്റ് ഇവിടെ മറ്റൊരു രീതിയിൽ ആ നൈറ്റിനെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ A3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. അതുപോലെ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി നിഹാൽ ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. അതായത് ഈ അറ്റാക്കിലുള്ള ക്വീനെ D3ലേക്ക് കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീനും നൈറ്റും അറ്റാക്കിലാണ്. ഇവിടെ എപ്പോഴാണെങ്കിൽ വൈറ്റിന് വളരെ സിമ്പിളായിട്ട് ഈ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. എന്നാൽ വൈറ്റ് ഇവിടെ ഒരു നൈറ്റിനെ ലാഭം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ക്വീനോട്ട് എടുക്കുന്നില്ല, പകരം റൂക്ക് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനോട്ട് എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിന് ഒരു നൈറ്റ് നഷ്ടമായിരിക്കുകയാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിന് റൂക്കിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വീൻ വെച്ച് നൈറ്റിനോട്ടാൻ പറ്റില്ല. ആ റൂക്ക് ക്വീൻ്റെ സപ്പോർട്ടില്ലാതെ കാരണം ക്വീന് വെച്ച് റൂക്കിനോട്ടാനും പറ്റില്ല. എന്നാൽ ഇവിടെ ക്വീന് വെച്ച് ക്വീനോട്ടാണെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടാം. എങ്ങനെ നോക്കിയാലും ബ്ലാക്കിനിവിടെ ഒരു നൈറ്റ് പൂർണ്ണമായും നഷ്ടമാകും എന്ന അവസ്ഥയിലാണ്. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ നിഹാൽ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കുകയായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിഹാൽ ഇവിടെ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റാക്കുള്ള ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനോ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ആ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കാം. റൂക്കിനെ മാറ്റാതിരുന്നാൽ ആ റൂക്കിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്കുള്ളതുകൊണ്ട് തന്നെ ആ റൂക്ക് വെറുതെ നഷ്ടപ്പെടും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ക്വീനെ ഉപയോഗിച്ച് ക്വീനോട്ടുന്നു, ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് തിരിച്ചോട്ടുന്നു. ഇതോടെ വൈറ്റിൻ്റെ 2 പീസുകൾ ഒരേ സമയം അറ്റാക്കിലായിരിക്കുകയാണ്. ഇവിടെ എന്തായാലും വൈറ്റിന് ഒരേ സമയം ഈ 2 പീസുകളെയും സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വൈറ്റ് അറ്റാക്കുള്ള റൂക്കിനെ A4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ A5ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ആ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ A5ലെ പോൺ അറ്റാക്കിലാണ്. വൈറ്റ് ആ പോണിനോട് എടുക്കുകയാണ് റൂക്ക്. ഇതോടെ കരുക്കളുടെ നില 2 പേർക്കും തുല്യമായിരിക്കുകയാണ്. എന്നാൽ ഇവിടെയുള്ള പ്രധാന വ്യത്യാസം, വൈറ്റിനുള്ള 4 പോണുകളിൽ 2 പോണുകൾ പാസ്ഡ് പോണുകളാണ്. ആ പോണുകളെ സംരക്ഷിക്കാനായിട്ട് 2 റൂക്കും നൈറ്റും വളരെ ആക്റ്റീവുമാണ്. അതുകൊണ്ട് തന്നെ ഇനി വൈറ്റിൻ്റെ പ്രധാന ലക്ഷ്യം ഈ പോണുകളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്.
എന്നാൽ ബ്ലാക്ക് ഇവിടെ ഈ പോണുകളെ തടയാനായിട്ടൊന്നും ചെയ്യുന്നില്ല. പകരം കിങ്സ് എല്ലിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ E2ലേക്ക് കൊണ്ടുവന്ന് G2ലെ പോണിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. അതായത് വൈറ്റ് ഇപ്പോൾ B4 മുജുകൊണ്ട് ആ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റിനെ E4ലേക്ക് മുജുകൊണ്ട് ഒരേ സമയം ഈ C4ലെ പോണിനൊരു അറ്റാക്ക് കൊടുക്കാനും അതുപോലെ G5 റൂക്കിനായിട്ട് ഓപ്പൺ ചെയ്യാനും കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ B4 മൂവ് ചെയ്യുന്നില്ല. ആദ്യം നൈറ്റിനെ C4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ E5 പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ പോണിലുള്ള ഒരു സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് വൈറ്റിന് ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം നൈറ്റിനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G6 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ പേസുകളെല്ലാം വൈറ്റിൻ്റെ കിങ്സ് എല്ലിലേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റിനിപ്പോൾ ഈ പോണുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് പോണുകളെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ആദ്യം B4 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ G6ലേക്ക് കൊണ്ടുവന്ന് G2 സ്ക്വയറിലേക്ക് 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ E5ലെ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് F6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ G2ലെ പോണിനെതിരെ വൈറ്റിന് 2 റൂക്കുകൾ വെച്ച് അറ്റാക്ക് ഉണ്ട്. ഇനി അടുത്ത മുമ്പിൽ നൈറ്റിനെ കൂടെ F4ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ പോണുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. പകരം ഈ നൈറ്റ് ഉപയോഗിച്ചുള്ള അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D5ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്ക് നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെതിരെയും G2 സ്ക്വയറിലേക്കും അറ്റാക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ നൈറ്റിൻ്റെ സഹായത്തോടെ റൂക്കിനെ D2ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു റൂക്ക് എക്സ്ചേഞ്ചിന് ശ്രമിക്കാം. ഇവിടെ ഒരു റൂക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതിലും പ്രശ്നമല്ല. ഇതോടെ ബ്ലാക്കിനുണ്ടായിരുന്ന അറ്റാക്കിംഗ് സാധ്യതകൾ ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ നിഹാൽ ഇപ്പോൾ നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്കിന് ശ്രമിക്കുന്നില്ല. പകരം റൂക്കിനെ C2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ C3ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ റൂക്കിനെ D3ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സംരക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ റൂക്ക് D3ലേക്ക് വരികയാണെങ്കിൽ നേരത്തെ കണ്ടുപോലെ നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെയും G2ലെ പോണിനെതിരെയും അറ്റാക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ നേരത്തെ കണ്ടുപോലെ റൂക്കിനെ D2ലേക്ക് കൊണ്ടുവന്നാലും ബ്ലാക്കിന് റൂക്ക് വെച്ച് C3ലെ പോണിനെ എടുക്കാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ആ പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് B4ലെ പോണിനെ B5ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് പോണിനെ എടുത്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നിഹാൽ ഇവിടെ വളരെയധികം ടൈം പ്രഷറിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ഏകദേശം വിജയം ഉറപ്പിക്കുകയാണ്. ആദ്യം അറ്റാക്കിലുള്ള നൈറ്റിനെ A5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ B7 സ്ക്വയറും B3 സ്ക്വയറും വൈറ്റിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനെ ഇപ്പോൾ റൂക്കിനെ B3ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. വൈറ്റിന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പോണിനെ B6ലേക്ക് മൂവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ B7 സ്ക്വയറിലേക്ക് നൈറ്റിന് കൺട്രോൾ ഉണ്ട്. റൂക്കിനെ കൂടെ D8ലേക്ക് കൊണ്ടുവന്നാൽ പിന്നീട് ആ പോൺ പ്രൊമോഷൻ തടയാൻ ഒരിക്കലും ബ്ലാക്കിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ഏകദേശം വിജയം ഉറപ്പിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ അടുത്ത മൂവിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിഹാൽ ഇവിടെ ഒരു അറ്റാക്കിന് തന്നെ ശ്രമിക്കുകയാണ്. നൈറ്റിനെ F4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് ഒരു മൂവ് ലാഭത്തോടെ റൂക്കിനെ D8ലേക്ക് എത്തിക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. വൈറ്റ് റൂക്കിനെ D8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇതോടെ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള B8 സ്കോറിലേക്ക് വൈറ്റിന് റൂക്ക് വെച്ച് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് കിങ്ങിനെ ചെക്കിൽ നിന്നും H7ലേക്ക് മൂവ് ചെയ്തതോടെ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കുന്നതിനായിട്ട് ക്വീനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ടാണ് നീമാൻ അടുത്ത മൂവ് ചെയ്യുന്നത്. B6 മൂവ് ചെയ്യുന്നു. ഇനി എന്തായാലും ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ C7ലേക്ക് കൊണ്ടുവന്നാലും ആ സ്കോറിലേക്ക് നൈറ്റിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഈ പോൺ പ്രൊമോഷൻ തടയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഉടൻ തന്നെ ഈ പോണിനെ ക്വീനാക്കി മാറ്റാൻ കഴിയുമെന്നും ആ ക്വീൻ്റെ സപ്പോർട്ടോടെ അടുത്ത മൂവിൽ ചെക്ക് കൊടുത്ത് ചെക്ക് മേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് വൈറ്റോടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വൈറ്റ് പ്രതീക്ഷിക്കാത്തൊരു മൂവാണ് അടുത്തായി നിഹാലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ആ മൂവോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ H3 സ്കോറിലേക്ക് ബ്ലാക്കിന് നൈറ്റ് വെച്ചും റൂക്ക് വെച്ചും കൺട്രോൾ ഉണ്ട്. എന്നാൽ ആ പോണിന് G2ലെ പോണിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക്
സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഒരു റൂക്കിനെ കൂടെ കൊണ്ടുവരികയാണ്. റൂക്കിനെ G3ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് എന്തിൻ്റെ മൂവ് ചെയ്താലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും. ഉദാഹരണത്തിന് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത മൂവിൽ മാത്രമേ ക്യൂനാക്കി മാറ്റാൻ കഴിയുള്ളൂ. അതിനുമ്പായിട്ട് ബ്ലാക്കിന് റൂക്ക് വെച്ച് H3ലെ പോൺ ഇട്ടുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, പോൺ വെച്ച് വെട്ടിമാറ്റേണ്ടി വരും. ഈ സമയത്ത് അടുത്ത റൂക്ക് വെച്ച് ആ പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഈ സ്കോറിലേക്ക് നൈറ്റ് വെച്ച് കൺട്രോൾ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ പോണിനെ മുന്നോട്ടുണ്ടോന്നതിന് പകരം ഈ റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ട് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നെങ്കിലും അടുത്ത 2 മൂവിൽ ചെക്ക് മേറ്റ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് H3ലെ പോൺ എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം റൂക്ക് വെച്ച് G2ലെ പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, H1ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് H3ലെ പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യാം. എങ്ങനെ തന്നെ നോക്കിയാലും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് G3ലേക്ക് വന്നപ്പോൾ തന്നെ നെയ്മാൻ തോൽവി സമ്മതിച്ചത്. 2 ഭാഗത്തു നിന്നും വളരെ മികച്ച മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.